quadratic form. The definition first. A quadratic form. A homogeneous polynomial of second degree in each number of variable is called a quadratic form. That is, quadratic form is a homogeneous polynomial and each term has degree 2. That is, the general form is q equal to summation I from 1 to n, summation j from 1 to n, aij, xi, xj. അങ്ങനെ നോക്കണ്ട, അതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? ഫസ്റ്റ് വാല്യൂ, അതായത് സപ്പോസ് വി ഹാവ് n വേരിയബിൾസ് x1 x2 എക്സെട്ര xn. ഓരോ ടേം എടുക്കുക. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1ന്റെ ഒരു ടേം ഡിഗ്രി 2 എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ x1 ടേം എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ, അതിന്റെ കോഎഫിഷ്യന്റ് a11. നെക്സ്റ്റ് x1 x2 ടേം, ദാറ്റ് ഈസ് a12 ഇൻറ്റു x1 x2. അവിടെയും ഡിഗ്രി x1ൻ്റെത് 1 വന്നു, x2ൻ്റെത് 1 വന്നു, അങ്ങനെ ടോട്ടൽ എന്തായി? സെക്കൻഡ് ഡിഗ്രി. അങ്ങനെ നെക്സ്റ്റ് x1 x3, അങ്ങനെ അതിൽ ലാസ്റ്റ് എന്ത് വരും? x1 xn ഉണ്ടത്, അതിൻ്റെ കോഎഫിഷ്യന്റ് a1n. നെക്സ്റ്റ് വരുന്നത് a21 x2 x1 x2 x2 എന്ന് പറഞ്ഞാൽ x2 സ്ക്വയർ വരും. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഈ ഫോമിൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു a11 x1 സ്ക്വയർ പ്ലസ് a12 x1 x2 പ്ലസ് എക്സെട്ര a1n x1 xn plus etc. Plus a21 x2 x1 plus a22 x2 square plus etc. a2n x2 xn plus etc. ഇനി a11 പോലെ a21 കഴിഞ്ഞു, a31 അങ്ങനെ ലാസ്റ്റ് an1 xn x1 plus an2 xn x2 plus etc. ann xn square. ഇനിയും ഈ ക്വാഡ്രാറ്റിക് ഫോമിന്റെ ഇതാണ് ഒരു ജനറൽ ഫോം. അതിലൊരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞാൽ, ഒരു സപ്പോസ് വി ഹാവ് 2 വേരിയബിൾസ് x1 ആൻഡ് x2. ഇനി ഒരു ക്വാഡ്രാറ്റിക് ഫോമിന് എക്സാമ്പിൾ 3x1 സ്ക്വയർ പ്ലസ് 5x1 x2 പ്ലസ് 6x2 സ്ക്വയർ. ഇത് ഈ ജനറൽ ഫോമിലാണല്ലോ. x1 സ്ക്വയർ ഉണ്ട്, x1 x2 ഉണ്ട്, x2 സ്ക്വയർ ഉണ്ട്. സപ്പോസ് x1 x2 ടേം ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഈസ് 0. ഇനി സപ്പോസ് വി ഹാവ് 3 വേരിയബിൾസ് x1 x2 x3. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പ്ലസ് 2-3 ടേം കൂടെ 6x3 സ്ക്വയർ പ്ലസ് 2 x1 x2 ടേം ഉണ്ട്, x1 x3 പ്ലസ് 7x2 x3. ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമിന് എക്സാമ്പിൾ ആണ്. 3 വേരിയബിൾസ് വരുമ്പോൾ ഓരോ കേസിലും നമ്പർ ഓഫ് വേരിയബിൾസ് കൂടുമ്പോൾ ടേംസ് കൂടും. സപ്പോസ് ഒരു ടേം ഇല്ലെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് 0 ആയി കൺസിഡർ ചെയ്യും. ദിസ് ഇസ് ജനറൽ ഫോം. ഇനി ജനറൽ ഫോമിൽ നിന്ന് ഹൗ ടു ഒബ്റ്റെയിൻ ദ മെട്രിക്സ് ഫോം. സപ്പോസ് വി ഹാവ് n വേരിയബിൾസ് x1 x2 etc. xn. Then the matrix form of the quadratic form is x1 x2 x1 x2 x3 etc. xn in a raw matrix into the coefficient matrix into x1 x2 column matrix. Coefficient matrix le terms varuva a11 a12 etc. a1n. Second row a21 a22 etc. a2n, and last one an1 an2 etc. an. That is, the matrix form is x transpose ax. A is the matrix corresponding to the quadratic form. This is the matrix form, and A is the matrix corresponding to the given quadratic form. That A determines the nature of quadratic form. ഇതിൽ x1 x2 x3 അതിന് റോളില്ല. എക്സ് ട്രാൻസ്പോസിനും എക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് വാരിയബിൾസ് മാത്രമാണ്. കംപ്ലീറ്റ് ക്വാഡ്രാറ്റിക് ഫോമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കുന്നത് ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് എ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ചെയ്യാം. കൺസിഡർ ദ ക്വാഡ്രാറ്റിക് ഫോം q ഈക്വൽ ടു 3x1 സ്ക്വയർ പ്ലസ് 10x1 x2 പ്ലസ് 2x2 സ്ക്വയർ. ഇതിന്റെ മെട്രിക്സ് ഫോം എങ്ങനെ എഴുതുന്നത് നോക്കാം. ഇതിന്
മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, that is first x transpose ax ആണ് മെട്രിക്സ് ഫോം. അപ്പോൾ x transpose ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? x1 x2 രണ്ട് വേരിയബിൾ ആണ്. അപ്പോൾ x1 x2 ഇതാണ് x transpose. ആൻഡ് a രണ്ട് വേരിയബിൾസ് ആയതുകൊണ്ട് x1 x2 2 by 2 മെട്രിക്സ് ആയിരിക്കും. ആൻഡ് x transpose a x is again x1 x2. x transpose x എഴുതാൻ ബുദ്ധിമുട്ടില്ല, നമ്പർ ഓഫ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. ഇനി a എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, a എഴുതുമ്പോൾ നമ്മൾ x1 സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് ആണ്. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് x1 സ്ക്വയറിൻ്റെത്, x2 സ്ക്വയറിന്റെ, x3 സ്ക്വയറിന്റെ അതിൻ്റെയൊക്കെ കോഎഫിഷ്യൻ്റ് ആണ് വരിക. അപ്പോൾ സപ്പോസ് നമ്മൾ ജസ്റ്റ് റഫായിട്ട് ഇവിടെ ഒന്ന് വേരിയബിൾസ് നോക്കുക. x1 ഇവിടെ വരും, x2 ഇവിടെ, x1 x2 ജസ്റ്റ് ഇങ്ങനെ അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് വാല്യൂസ്. ഇവിടെ എഴുതുന്ന ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് x1 ഇൻറ്റു x1, അതായത് x1 സ്ക്വയറിന്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ വരുന്നത് x2 x2ന്റെ കോഎഫിഷ്യൻ്റ്, അതായത് x2 സ്ക്വയറിന്റെ കോഎഫിഷ്യൻ്റ് ആണ്. അത് ക്വസ്റ്റ്യനിൽ, അതായത് ഈ ക്വാഡ്രാറ്റിക് ഫോം ഒന്ന് ക്ലിയർ ആണ്. ഇതാണ് x1 സ്ക്വയറിന്റെ കോഎഫിഷ്യൻ്റ്, ദാറ്റ് ഈസ് 3. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 3. ആൻഡ് x2 സ്ക്വയറിന്റെ കോഎഫിഷ്യൻ്റ് 2, അതും ക്ലിയർ ആണ്. ഇനി വരുന്നത്, ഇവിടെ വരുന്നത് x1 x2ന്റെ കോഎഫിഷ്യൻ്റ് ആണ്, ദാറ്റ് ഈസ് സെക്കൻഡ് ടേം. ഈ ഒരു പൊസിഷനിൽ വരുന്നത് x1 x2ന്റെ കോഎഫിഷ്യൻ്റ് വരും. ഇവിടെ വരുന്നത് x2 x1ന്റെ കോഎഫിഷ്യൻ്റ്. ആക്ച്വലി ഇത് രണ്ടും സെയിം അല്ലേ? x1 x2 എന്ന് പറഞ്ഞാൽ x2 x1 തന്നെയല്ലേ? x1 ഇൻറ്റു x2 is സെയിം ആസ് x2 ഇൻറ്റു x1. അപ്പൊ ഈ രണ്ട് പൊസിഷനിലും വരുന്നത് x1 x2ന്റെ കോഎഫിഷ്യൻ്റ് ആണ്. x1 x2ന്റെ കോഎഫിഷ്യൻ്റ് ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോമിൽ 10 ആണ്. അപ്പോൾ നമ്മൾ 10നെ ഈക്വൽ ഡിവൈഡ് ചെയ്ത് ഈ രണ്ട് പൊസിഷനിലും എഴുതും. ദാറ്റ് ഈസ് 10/2 10/2 10/2 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ഈ ഒരു പോയിന്റിൽ 5, ഈ ഒരു പോയിന്റ് 5. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെട്രിക്സ് എന്തായിരിക്കും? ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. നമ്മൾ അങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്യുന്നത്. എ ഈസ് ഓൾവേസ് എ സിമെട്രിക് മെട്രിക്സ്. അതിന്റെ ഡയഗണലൈസേഷൻ പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ജസ്റ്റ് സെക്കൻഡ് ക്വാഡ്രാറ്റിക് ഫോം, q ഈക്വൽ ടു 5x1 square plus 7x1 x2, 5x1 square plus 6x2 square plus 7x3 square plus 4x1 x2 plus 5x2 6x2 x3 plus 8x1 x3. ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്? 3. x1 x2 x3 ഉണ്ട്. അപ്പോൾ മെട്രിക്സ് ഫോം x ട്രാൻസ്പോസ് ax ആണ്. ദാറ്റ് ഈസ് x1 x2 x3 മൂന്ന് വേരിയബിൾസ്. ഇനി a, സിൻസ് there are 3 variables, a is a 3/3 matrix and x is again x1 x2 x3 എന്നുള്ള ഫോം. ഇവിടെ നോക്കൂ, എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എത്ര വേരിയബിൾസ് ഉണ്ട്? 3 എണ്ണം. x1 x2 x3. ഇവിടെ x1 x2 x3. ഇവിടെ x1 x2 x3. ജസ്റ്റ് ഒന്ന് നമ്മൾ റഫായിട്ട് നോക്കും. ഇനി ഫസ്റ്റ് ഡയഗണൽ എലമെന്റ്സ് ഫസ്റ്റ് എഴുതാം. ഫസ്റ്റ് x1 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് 5. നെക്സ്റ്റ് x2 സ്ക്വയറിൻ്റെത് 6, x3 സ്ക്വയറിൻ്റെത് 7. അത് ഓക്കെ. ഇനി ഈ പൊസിഷനിൽ x1 x2ൻ്റെത് സെയിം. ഈ ഒരു പൊസിഷനിൽ x1 x2ൻ്റെത് ഈ ഒരു പൊസിഷനിലും x1 x2ൻ്റെതാണ്. x1 x2ൻ്റെ കോഎഫിഷ്യന്റ് 4 ആണ്. അതിന് ഈക്വൽ ഡിവൈഡ് ചെയ്താൽ 4/2. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 2 വരും, ഇവിടെ 2 വരും. ഇനി ഈ ഒരു പൊസിഷനിൽ x1 x3യുടെ കോഎഫിഷ്യന്റ് ഇവിടെ x3 x1, അതായത് സെയിം തന്നെ. x1 x3യുടെ കോഎഫിഷ്യന്റ് ഈ രണ്ട് പൊസിഷനിലും അത് ഇത്ര. x1 x3യുടെ കോഎഫിഷ്യന്റ് 8 ആണ്. 8നെ ഈക്വലി ഡിവൈഡ് ചെയ്താൽ 4. അപ്പോൾ ഇവിടെ 4, ഇവിടെ 4. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പൊസിഷനും ഈ ഒരു പൊസിഷനും. അവിടെ വരുന്നത് x2 x3യുടെ കോഎഫിഷ്യന്റ്. x2 x3യുടെ കോഎഫിഷ്യന്റ് ക്വസ്റ്റ്യനിൽ 6 ആണ്. 6നെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ
സോറി 3 3 വരും. അപ്പോൾ ഇവിടെ 3 ഇവിടെയും 3. അപ്പോൾ ഈക്വലായി സോറി മെട്രിക്സ് കറസ്പോണ്ടിങ് ടു ക്വാഡ്രാറ്റിക് ഫോം എഴുതാൻ പറ്റണം. ഓക്കെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, that is principal access theorem. Suppose we have a quadratic form Q equal to X transpose AX. That quadratic form can be mapped into a canonical form, that is Q equal to Y transpose DY, that is equal to lambda 1 y1 square plus extra lambda n by n square, using an orthogonal transformation x equal to x into y. This capital X is orthogonal matrix whose columns are eigenvectors. ഒന്നുമില്ല, നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഫോം കിട്ടുന്നു. ക്വാഡ്രാറ്റിക് ഫോം x ട്രാൻസ്പോസ് AX എന്ന് കിട്ടുന്നു. ഇനി ഒരു ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ x ഈക്വൽ ടു എക്സ് വൈ എന്ത് ചെയ്യും? ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യും. ഒരു ന്യൂ വേരിയബിൾ y ട്രാൻസ്പോസ് ഡി വൈയിലേക്ക് മാപ്പ് ചെയ്യും. അതിന്റെ ഫോം എന്ന് പറയുന്നത്, സപ്പോസ് എയുടെ ഈഗൻ വാല്യൂസ് ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ n ആണ്. കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത് അപ്പോൾ ലാംഡ 1 y1 സ്ക്വയർ പ്ലസ് ലാംഡ 2 y2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ n yn സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ഒരു പോസിബിലിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാനോണിക്കൽ ഫോം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ക്വാഡ്രാറ്റിക് ഫോമിന്റെ മെട്രിക്സ് ഫോം ചെയ്തു. എന്നിട്ട് ആ മെട്രിക്സ് എയുടെ ഈഗൻ വാല്യൂസ് കാണും. ഈഗൻ വാല്യൂസ് ലാംഡ 1 ലാംഡ 2 ലാംഡ n കാണും. ആ ലാംഡാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാനോണിക്കൽ ഫോം ഡയറക്റ്റ് ചെയ്താൽ, സപ്പോസ് ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത് കിട്ടി, ഒരു ക്വാഡ്രാറ്റിക് ഫോം ഉണ്ട്, വി ഹാവ് എ ക്വാഡ്രാറ്റിക് ഫോം, അതിന്റെ എ കിട്ടി, അതിന്റെ ഈഗൻ വാല്യൂസ് നമുക്ക് 2ഉം 3ഉം കിട്ടി. അപ്പോൾ അതിന്റെ കാനോണിക്കൽ ഫോം എന്തായിരിക്കും? 2y1 സ്ക്വയർ പ്ലസ് 3y2 സ്ക്വയർ. ഈ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത് എക്സ് എന്നുള്ള വേരിയബിളിലായിരിക്കും, ഇതൊരു ന്യൂ വേരിയബിൾ y ആയിരിക്കും. അണ്ടർ ദ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ x ഈക്വൽ ടു എക്സ് വൈ. സിമ്പിളായി ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് പ്രിൻസിപ്പൽ ആക്സിസ് ഫോം. ഈ ഫോമിനെ പറയുന്ന പേരാണ് കാനോണിക്കൽ, ദാറ്റ് ഈസ് ലാംഡ 1 y1 സ്ക്വയർ പ്ലസ് എക്സെട്ര ലാംഡ n yn സ്ക്വയർ. കാനോണിക്കൽ ഫോം ഓർ പ്രിൻസിപ്പൽ ആക്സിസ് ഫോം. തിയറത്തിന്റെ പേര് പ്രിൻസിപ്പൽ ആക്സിസ് തിയറം. ഇത് ഓർത്ത് നോക്കുക. എന്താണ് കാനോണിക്കൽ ഫോം? ക്വാഡ്രാറ്റിക് ഫോമിനെ കാനോണിക്കൽ ഫോമിലേക്ക് മാപ്പ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫൈൻഡ് ദ കാനോണിക്കൽ ഫോം ഓഫ് ദ കറസ്പോണ്ടിങ് ടു ക്വാഡ്രാറ്റിക് ഫോം എന്ന്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മെട്രിക്സ് കറസ്പോണ്ടിങ് ടു ക്വാഡ്രാറ്റിക് ഫോം കാണുക, അതിനുശേഷം അത് യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നാച്ചർ ഓഫ് ക്വാഡ്രാറ്റിക് ഫോം. ക്വാഡ്രാറ്റിക് ഫോമിന്റെ നാച്ചർ നമുക്ക് പറയാൻ പറ്റും. സപ്പോസ് Q equal to X transpose AX be a matrix form of a quadratic form, then quadratic form is positive definite. ആക്ച്വലി നമ്മൾ ഇതിനൊക്കെ ഈ ഒരു നാച്ചുറൽ ഡിഫൈൻ ചെയ്യുന്ന അതിന്റെ ഈഗൻ വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ്. പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് ഓൾ ദ ഈഗൻ വാല്യൂസ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓർ ഓൾ ഈഗൻ വാല്യൂസ് ആർ പോസിറ്റീവ്. എല്ലാ ഈഗൻ വാല്യൂസും പോസിറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയുന്നത്. എല്ലാ ഈഗൻ വാല്യൂസും നെഗറ്റീവ് ആണെങ്കിൽ അതിനെന്ത് പറയും? നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയും. ഇനി ഒരു കേസ് വരുന്നത്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 എന്നാണല്ലോ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ലെസ് ദാൻ 0 ആണ്. ഇനി അടുത്തത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്, ദാറ്റ് മീൻസ് ഈഗൻ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0. അതായത് സം ഈഗൻ വാല്യൂസ് 0 വരും, സം ഗ്രേറ്റർ ദാൻ 0 വരും. അതിൽ അതായത് ഈ ഒരു കേസിൽ പോസിറ്റീവ് സെമി ഡെഫിനിറ്റിന്റെ കേസിൽ